ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം വിൻസി അലോഷ്യസ് എന്നൊരു നടി ഒരു പ്രസ്താവന ഇറക്കി ഒരു വീഡിയോ ഇട്ടത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാം. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ താല്പര്യം തോന്നി. അതിനു മുമ്പ് നമുക്ക് പോയി ആ കുട്ടിയുടെ വീഡിയോയുടെ കുറച്ച് ഭാഗം കണ്ടേച്ച് വരാം, എന്നിട്ട് ഞാനത് ബാക്കി പറയാം. ഓക്കെ. തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് എന്ന് വ്യക്തമാക്കിയിട്ട് ബാക്കി സംസാരിക്കാം. അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പ്രോഗ്രാം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന ഞാൻ പറയുകയും ചെയ്തിരുന്നു. അതായത് പ്രസ്താവന ഇങ്ങനെയായിരുന്നു: എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാനിനി സിനിമ ചെയ്യില്ല എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന. അതായത് ലഹരി എഗെയിൻസ്റ്റ് ആയിട്ടെടുത്ത ഡിസിഷൻ ഉറച്ചു നിൽക്കും എന്നെടുത്ത തീരുമാനത്തിന് ഹാറ്റ്സ് ഓഫ്. ഓക്കെ. പണ്ടൊക്കെ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ ഞാനൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് നമുക്ക് ആർക്കും ധൈര്യമില്ലായിരുന്നു. നമ്മൾ ഒത്തിരി ഈ സൊസൈറ്റിയിൽ നിന്ന് എന്താ പറയുക, ഇതുപോലുള്ള കമൻസൊക്കെ നമ്മളെ മെൻ്റലി എല്ലാം നമ്മളെ തകർക്കുന്ന ഒരു സിറ്റുവേഷനായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ അത് ആ കമൻ്റൊന്നും കണ്ട് വിൻസി പേടിക്കേണ്ട. കാരണം അങ്ങനെയുള്ളവർ എവിടെയുണ്ട്, ഏത് കാലത്തും ഉണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ടൊന്ന് ട്രാൻസ്പോർട്ട് ബസ്സിലും അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിലാണെങ്കിലും യാത്ര ചെയ്യാനോ ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുകൾ അക്കാലത്ത് അനുഭവിച്ചിട്ടുണ്ട് ആളുകൾ. കാരണം ഇവർ കുറേ ഒരു റഷ് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ബസ് കയറുന്നിടത്ത് ആ സമയത്തൊക്കെ ഭയങ്കര റഷ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് പെൺകുട്ടികളുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ഒത്തിരി. പക്ഷെ ഒന്ന് റിയാക്ട് ചെയ്യാൻ പോലും കഴിയാതെ നിസ്സഹായ അവസ്ഥയിലിരുന്ന ഒത്തിരി ആളുകളെ എനിക്കും അറിയാം. പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ നല്ല ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് നോ പറയേണ്ടടുത്ത് നോ പറയാൻ കാണിക്കുന്ന ഈ ധൈര്യം, അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നെ പോലുള്ള തലമുറകൾ അത് അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ. സോ ഹാറ്റ്സ് ഓഫ് യു വിൻസി. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ വീണ്ടും വീണ്ടും പറയാം. പിന്നെ ഇങ്ങനെ ഈ ലഹരിക്കെതിരായിട്ടൊക്കെ നമ്മളൊരു ഫേം ഡിസിഷൻ, ഒരു സ്റ്റാൻഡ് എടുക്കുമ്പം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നിസ്സാരമായൊരു കാര്യമല്ല. ഒരു തരത്തിലൊരു വലിയ മാഫിയ തന്നെ അതിൻ്റെ പുറകിൽ കാണും. പിന്നെ അതായത് ലോകത്തിലെ ആൾക്കാരല്ലേ പല തരത്തിലുണ്ട്. അതായത് മറ്റുള്ളവർ നശിച്ചാലും വേണ്ടില്ല, എനിക്ക് പണം വേണം, എനിക്ക് ഫേം വേണം, ഫെയിം വേണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ. അപ്പോൾ അവർ ഏത് രീതിയിലും പിന്നെ ലഹരി അതിൻ്റെ ഉപയോഗം സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം ഞാനിപ്പം അമേരിക്കയിലാണുള്ളത്. അവിടെ ഞാൻ ടീച്ചറാണ്, ഹൈസ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം സ്കൂളുകളിലൊക്കെ പിള്ളേരുടെ ധാരാളമായിട്ട് ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വേപ്പിങ് അത് ചില സ്റ്റേറ്റ്സിലൊക്കെ ഇവിടെ ലീഗലാക്കിയിട്ടുണ്ട്. അപ്പം അത് ഞാനിപ്പം നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ പഴയ ഒരു അവസ്ഥയല്ല സ്കൂളിലും ഒക്കെ കാണുന്നത്. ഞാൻ നാട്ടിലും ഒരു ടീച്ചറായിരുന്നു. അപ്പം ഒരു ന്യൂസ് കാണുമ്പം നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള ഒരു ഭയങ്കര ഒരു കൺസേൺ കൂടി എനിക്കുണ്ട്. കാരണം അത് നമ്മുടെ സ്കൂളുകളിലും ഈ ലഹരിയൊക്കെ സ്പ്രെഡ് ചെയ്യാനൊരു ഇൻഡയറക്റ്റായിട്ടൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പിന്നെ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് പോലും ഐ എം ഡൗട്ടിങ് ഇറ്റ്. അപ്പോൾ അത് നമ്മൾ തടഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മൾ എഗെയിൻസ്റ്റ് പിന്നെ എതിർത്ത് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് നീങ്ങാൻ നമ്മൾ സമ്മതിക്കരുത്. കാരണം അത് നമ്മുടെ യങ് ജനറേഷനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ലഹരി എന്നുള്ളത്. അപ്പം അതിനെതിരായിട്ട് പിന്നെ നമുക്ക് ഓരോരുത്തർക്കും അതിനായ ഒരു കടമയുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ മുന്നോട്ട് വന്നേ പറ്റത്തുള്ളൂ. അതുപോലെ പിന്നെ ഈ പടമില്ല എന്ന് വിൻസി പേടിക്കണ്ട. ഇപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് ആരും വിൻസിക്ക് പടം തന്നില്ലെങ്കിൽ വിൻസി അതിനെക്കുറിച്ച് വിഷമിക്കുകയേ വേണ്ട. പറഞ്ഞ പോലെ യു ആർ വെരി ടാലൻറ്റഡ്, നല്ല ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണ്. അതുപോലെ നല്ല ധൈര്യമുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പം നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അല്ലേ? ഷോർട്ട് വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് വീഡിയോയിൽ പിന്നെ ഈ
സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാൻ എന്നെ പോലുള്ള ധാരാളം പേരുണ്ട്. വിൻസിയുടെ അഭിനയമൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരും. അത് ഞങ്ങളത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കണ്ടോളാം. ഓക്കെ, ധൈര്യപൂർവ്വം മുന്നോട്ട് പോവാം. പക്ഷേ എടുത്ത ഡിസിഷനിൽ നിന്ന് ഒരു കാരണവശാലും പുറകോട്ട് പോകരുത്. കാരണം വി വിൽ ഓൾ സ്റ്റിക്ക് ടുഗെദർ. നമുക്ക് ഒന്നിച്ച് നിൽക്കണം. ലഹരിക്കെതിരായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാൻ നമ്മൾ ഇട കൊടുക്കരുത്. അതിനുവേണ്ടി ആളുകൾ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാകട്ടെ അത് ഉപയോഗിക്കുന്നവരാകട്ടെ നമ്മൾ അതിനുവേണ്ടി എതിർത്ത് നിൽക്കണം. നമ്മുടെ നാട്ടിലത് വേണ്ട. അതിനുവേണ്ടി ഓരോരുത്തരും മുന്നോട്ട് വരട്ടെ. ഏതായാലും വിൻസി കാണിച്ച ഈ ധൈര്യത്തിന് പിന്നെ മോളെ പിന്നെ ഒത്തിരി സന്തോഷം. പിന്നെ അതുപോലെ വിൻസിയെ പോലെ ഒത്തിരി ആളുകൾ മുന്നോട്ട് വരട്ടെ. അവരെ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ മുന്നോട്ട് വരട്ടെ. ഈ കമൻ്റ് ഇടുന്നവരെ മൈൻഡ് ചെയ്യണ്ട. അവർ പിന്നെ അവരുടെ കുടുംബത്തിലല്ല, അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് ഇതൊരു അവസ്ഥ വരുമ്പോഴേ അവരതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കത്തുള്ളൂ. മനസ്സിലാക്കിയാൽ നല്ലത്. അല്ലെങ്കിൽ മറ്റുള്ളവരിങ്ങനെ കുറ്റം പറയാനോ കമൻ്റ് ചെയ്യാനോ ഇങ്ങനെ സമയമില്ലാതെ കുറേ ആളുകൾ കാണും, എവിടെയും കാണും. അതിനൊന്നും ശ്രദ്ധിക്കണ്ട. സോ പിന്നെ എനിക്കൊത്തിരി സന്തോഷം തോന്നി വിൻസിയുടെ നിലപാട് കണ്ടിട്ട്. എന്ത് വന്നാലും ആളുകൾ എന്ത് പറഞ്ഞാലും അതിനെ പിന്നെ അത് ലൈഫിലോട്ട് എടുക്കണ്ട. പിന്നെ പോസിറ്റിവിറ്റി മാത്രം എടുക്കുക, മുന്നോട്ട് പോവുക. പിന്നെ യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ അഹെഡ്. അതിനുവേണ്ടി പ്രയത്നിക്കുക. ഓക്കെ, ബൈ.